എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കോഡിന്റെ അടുത്തേക്ക് ഡെൽറ്റ അവൾ കടന്നു വരികയാണ്. അവളാണെങ്കിൽ എന്നോട് പറയും, ആക്ച്വലി ഈ ഒരു മിഷൻ അതെനിക്ക് തരായിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടെ അടിപൊളിയായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തേനെ. മാസ്റ്റർ ജീനിന് അദ്ദേഹത്തിന് എപ്പോഴും വയസ്സന്മാരെ മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ട് ആ കിളവനാണ് ജീൻ ഈ മിഷനും ഏൽപ്പിച്ചു കൊടുത്തത്. അവരിത് പറയേണ്ട താമസം ആള് അവിടേക്ക് കടന്നു വരികയാണ്. ആൾ ടെററായിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് പറയും, എനിക്ക് തന്ന മിഷൻ അത് ഞാൻ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ ആദ്യ പടിയായി ഞാൻ വിക്ടറിനെ കൊന്നു. അവനത് പറയേണ്ട താമസം അവർ ഷൗക്കാവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കട്ടാസ്കിയും നമ്മുടെ ചെക്കന്മാരും, നമ്മുടെ ചെക്കിയും ചെക്കന്മാരും അവരെല്ലാവരും ഇപ്പൊ ലാബിലേക്ക് എത്തിയിരിക്കുകയാണ്. കട്ടാസ്കി ആണെങ്കിൽ ആ ലാബിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഒരു ലാബ് അത് പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഉള്ളിലെ ഫെസിലിറ്റി ലാബിന്റെ അകത്തേക്ക് കയറുമ്പോഴായിരിക്കും ഇതിന്റെ യഥാർത്ഥ വലിപ്പം അത് കാണുക. ഇതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലും ഒരു ലാബുണ്ട്. അവിടെ എന്റെ അസിസ്റ്റന്റ് ആണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അവളും നിങ്ങളെപ്പോലെ വളരെ യങ്ങാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം വളരെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക എബിലിറ്റിയും കഴിവും ഒക്കെ അവൾക്കുണ്ട്. ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും കൂട്ടി ആ ലേഡിയുടെ അടുത്തേക്ക് വരികയാണ്. ആ ലേഡി ആണെങ്കിൽ നോയി ആനിമലിനെ ലോക്ക് ചെയ്ത് അങ്ങനെ അതുമായിട്ട് നിൽക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ അവളോട് സംസാരിക്കും. വാവ്, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി. വീണ്ടും നിന്നെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഉടനെ ആ ഒരു പെണ്ണാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ കട്ടാസ്കിന്റെ അടുത്ത് വളരെ നാണിച്ച് ലജ്ജയോടുകൂടെ അങ്ങനെ നിൽക്കുകയാണ്. കട്ടാസ്കി ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ആ പെൺകുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോഴായിരിക്കും നമ്മുടെ സിറപ്പ് പെണ്ണ് അവളിപ്പോ അവിടേക്ക് കടന്നു വരിക. അവള് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. അവള് പറയും, സയന്റിഫിക് നിഞ്ച ടെക്നിക്സ് അത് കൂടുതൽ മനസ്സിലാക്കാനും സയന്റിഫിക് നിഞ്ച ടൂൾസിനെ കുറിച്ച് പഠിക്കാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഉടനെ ഡോക്ടർ ആണെങ്കിൽ കണ്ടുപിടിച്ച പുതിയ ടെക്നോളജിയും ഡീറ്റെയിൽസും ഡാറ്റയും എല്ലാം തന്നെ ഇപ്പൊ അവളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. സത്യത്തിൽ ഈ ഒരു ടെക്നോളജി അത് ശരിക്കും വേൾഡിന് പുതിയൊരു റെവല്യൂഷൻ അതായിരിക്കും കൊടുക്കുക. അത് കേട്ട് ബൊറൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനുള്ള സയന്റിഫിക് ടൂൾസിനൊന്നും ഞാൻ വിശ്വസിക്കില്ല. എല്ലാം തന്നെ നിഞ്ചാസിന്റെ പവറിലും കഴിവിലും ട്രെയിനിങ്ങിലും മാത്രമാണ് കാര്യം. അതിന് മുൻപിൽ ഈ ടൂൾസിന് യാതൊരു വാല്യൂ ഇല്ല. ഉടനെ ആ ക്ലാസ് റെപ്പ് പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ബേസ്മെന്റിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം അവരോട് നിഞ്ച ടൂൾസ് എക്സ്പെരിമെന്റ് നടത്താനായിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പറയും. ബൊറൂട്ടോ ആണെങ്കിൽ ആദ്യം അതിന് സമ്മതിക്കില്ല. പക്ഷെ സാറുടെയും മേറ്റ്സുകയും കൺവിൻസ് ചെയ്ത് അവന്റെ മൈൻഡ് ചേഞ്ച് ചെയ്ത് അവരിപ്പോ പരസ്പരം ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റിന്റെ ഇടയിൽ എന്തോ ഒരു സാധനം അവിടേക്ക് വീണ് പൊട്ടിത്തെറിക്കും. അങ്ങോട്ട് തെറിക്കും. അവർക്കാണെങ്കിൽ എന്താ സംഭവിക്കണേ എന്താ നടക്കണമെന്നൊന്നും തന്നെ കാണാനായിട്ട് കഴിയില്ല. ബൊറൂട്ടോയ്ക്കും മേറ്റ്സേക്കും ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിക്കാൻ കഴിയില്ല. അടുത്ത നിമിഷം സാറട അവർ രണ്ടുപേരെ ലോക്ക് ചെയ്യും. ഉടനെ അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ മൈക്കിലൂടെ വിളിച്ചു പറയും, ഈ മിഷൻ അത് സക്സസ്ഫുൾ ആണ്. വളരെ ക്രിട്ടിക്കൽ ഘട്ടത്തിൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായി രക്ഷപ്പെടാൻ കഴിയും. അതാണ് ഈ ഡിവൈസിന്റെ പ്രത്യേകത. റൂട്ടോയ്ക്കാണെങ്കിൽ അപ്പോഴും അതൊട്ടും ഇഷ്ടാവില്ല. അടുത്ത ടെസ്റ്റിന് വേണ്ടി ഇപ്പൊ നമ്മുടെ ആൾക്കാർ തയ്യാറാവുകയാണ്. അതിന് സോക്സും ഷൂവും ഒക്കെ തന്നെ അവർക്ക് കൊടുത്ത് റെഡിയാവാനായിട്ട് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ അത് ഉപയോഗിക്കണോന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. മേറ്റ്സുക വീണ്ടും അവനോട് പറയും, എനിക്കിത് ഇഷ്ടമാണോ ഇല്ലയോ എന്നതല്ല, മറിച്ച് ഹൊക്കാഗ് തന്ന ഒരു മിഷനാണിത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ആ സോക്സും ഷൂ ഒക്കെ ഇട്ട് എക്സ്പെരിമെന്റ് അത് സ്റ്റാർട്ട് ചെയ്യും. മേറ്റ്സുക ആണെങ്കിൽ ആ ഷൂവും സോക്സും ഒക്കെ ഉപയോഗിച്ച് ചക്ര പവർ ഇല്ലാതെ ചുമരിലൂടെ നടന്നു പോകും. അത് കാണുമ്പോൾ ബൊറൂട്ടോയ്ക്കും ആഗ്രഹം അടക്കാൻ കഴിയാതെ അവനും അതൊക്കെ ഇട്ട് ചുമരിലൂടെ ഹായ് ആയിട്ട് നടക്കുകയാണ്. സാറയുടെ ആണെങ്കിൽ അവനോടൊപ്പം നടന്നു വരും. അടുത്ത ടൂൾ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോ അവൻ ഫ്ലൈ ചെയ്യാണ്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഇപ്പൊ കുറേശ്ശെ അതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ബൊറൂട്ടോ ആണെങ്കിൽ ഫ്ലൈ ചെയ്തു വന്ന് താഴേക്ക് അടിച്ചു വീഴും. അത് കണ്ട് ക്ലാസ് റെപ്പ് അവൾ ഓടി വന്ന് ബൊറൂട്ടോയെ താങ്ങിയെടുത്ത് ഒരു സീറ്റിൽ കൊണ്ടുവന്നിരുത്തും. അതിനുശേഷം കട്ടാസ്കി കണ്ടുപിടിച്ച ഒരു അഡ്വാൻസ്ഡ് മെഡിസിൻ അത് അവന്റെ മുറിവിൽ സ്പ്രേ ചെയ്യാണ്. സെക്കൻഡുകൾ കൊണ്ട് അതങ്ങനെ ക്യൂറായി മാറും. ഞൊടിയിടയിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ ഫേസിലുണ്ടായ സ്ക്രാച്ച് ഒക്കെ അങ്ങനെ ഇൻവിസിബിൾ ആയി മാറുകയാണ്. ആണെങ്കിൽ അവളോട് പറയും, എന്തൊക്കെ മാജിക് ഈ സയന്റിഫിക് ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്താലും എനിക്ക് ഇതിൽ ട്രസ്റ്റ് ഇല്ല. ഞാൻ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഒരു നിഞ്ച വിശ്വസിക്കേണ്ടത് അവന്റെ കഴിവിനെ മാത്രമാണ്. സോ ഞാനും എന്റെ കഴിവിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഐ എം സോറി. എനിക്കറിയാം നിനക്ക് ഈ ടോളില് ഒരുപാട് വിശ്വാസം ഉണ്ടെന്ന്. നിന്നെ ഹേർട്ട് ചെയ്യാനല്ല ഞാൻ ഇപ്രകാരം പറയുന്നതെന്ന് ബൊറൂട്ടോ അവളോട് പറയും. അതിനവള് പറയും, അയ്യോ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി എനിക്കിതിൽ ഒരുപാട് ട്രസ്റ്റ് ഉണ്ട്. സയന്റിഫിക് നിഞ്ച ടൂളുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് റിസർച്ച് ചെയ്ത് ഡോക്ടർ കട്ടാസ്കിയുടെ അസിസ്റ്റന്റായി മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കാര്യങ്ങളും പഠിച്ച് സ്മാർട്ട് ആയതിനു ശേഷം ഞാൻ പഴയതുപോലെ ലീഫ് വില്ലേജിലേക്ക് വരുന്നു പറയും. അത് കേട്ട് ബൊറൂട്ടോയ്ക്കും സന്തോഷമാവും. അവനാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ഡോക്ടർ കട്ടാസ്കിയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഏതാനും വാചകങ്ങൾ വായിക്കുകയാണ്. ഉടനെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഒരു പട്ടിക്കുട്ടി അതോടി വന്ന് ബൊറൂട്ടോയുടെ അടുത്തേക്ക്
അടുത്തേക്ക് ചാടി കയറുകയാണ്. അത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവനോട് പെരുമാറും. അവനാണെങ്കിൽ ആ ഡോഗിനെ ഒത്തിരി ഇഷ്ടാവും. ചേച്ചിയാണെങ്കിൽ ഓടി വന്ന് ആ നായക്കുട്ടിയെ എടുക്കുകയാണ്. അപ്പോഴായിരിക്കും ബൊറൂട്ടോ അതിന്റെ കാല് ശ്രദ്ധിക്കുക. അതിന്റെ ഒരു കാല് ആർട്ടിഫിഷ്യലാണ്. അസിസ്റ്റന്റ് ചേച്ചി പറയും, ആക്ച്വലി ഇതും ഒരു നിഞ്ച ഡോഗാണ്. വലിയൊരു മിഷനിൽ വെച്ച് ഇതിന് ഒരു കാല് നഷ്ടപ്പെട്ടു. ഡോക്ടർ കട്ടാസ്കയുടെ സഹായത്താൽ ഒരു സയന്റിഫിക് കാല് ഇവന് വെച്ചു കൊടുത്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് സ്മാർട്ടാണെന്ന് പറയും. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഡോക്ടർ കട്ടാസ്കയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നത്. അദ്ദേഹം ഇതിന്റെ ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടെന്ന് പറയും. ആ ഡോഗ് ആണെങ്കിൽ ഇപ്പൊ കട്ടാസ്കയുടെ അടുത്തേക്ക് ഓടി വരും. ആള് വാത്സല്യത്തോടു കൂടെ അതിനെ ചേർത്ത് പിടിക്കും. പിന്നീട് ബൊറൂട്ടോയ്ക്ക് ഒരു ഡിവൈസ് കൊടുക്കുകയാണ്. അതിനുശേഷം അതിന്റെ മുകളിൽ കാണുന്ന ഒരു ബസർ അത് അവനോട് അമർത്താനായിട്ട് പറയും. ബൊറൂട്ടോ അത് അമർത്തേണ്ട താമസം ഒരു ചക്ര സ്ക്വാഡ് ക്രിയേറ്റ് ആയി മാറുകയാണ്. ബൊറൂട്ടോ അത്ഭുതത്തോടു കൂടെ അതിനെ നോക്കും. കട്ടാസ്കി പറയും, നമ്മുടെ ചക്ര പവർ വെച്ച് ഈ ഒരു ഡിവൈസിന് ഇതുപോലൊരു വെപ്പനായി തീരാൻ കഴിയും. ഒരു പവർഫുൾ സ്ക്വാഡ്. ഇത് വെച്ച് അൺബീറ്റബിൾ ആയിട്ടുള്ള എന്തിനെ നമുക്ക് വെട്ടിയെറിയാം. ആണെങ്കിൽ ആ ഡിവൈസ് കുറച്ച് ഇഷ്ടമാവും. കറക്റ്റ് സമയത്ത് ലോർഡ് സെവൻത്തിന്റെ ഒരു കോള് അത് ബൊറൂട്ടോയ്ക്ക് വരും. കട്ട് ചെയ്ത ഇവിടെ ആ കോഡിനെയും ആമഡോയും കാണിക്കും. അവർക്ക് രണ്ടുപേർക്കും ആ ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഈ മെയിൻ്റനൻസ് അത് ആവശ്യമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. കോഡാണെങ്കിൽ വീണ്ടും ഡെൽറ്റയോട് പറയും, സത്യത്തിൽ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാനാണ്. ആ വെസൽ അത് തിരികെ എടുക്കാൻ എന്നെ കൊണ്ടേ പറ്റൂന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കൺട്രോൾ പോയി ഡോക്ടർ ആണെങ്കിൽ, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഓൾറെഡി ആ ഒരു വെസൽ ജീൻ കണ്ടെത്തി കഴിഞ്ഞു. അതിപ്പോ തിരികെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഇപ്പൊ ലേഡി ആണെങ്കിൽ കോഡിനെ കളിയാക്കും. ഓ, നീ ആയിരുന്നല്ലോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എന്നിട്ട് നിന്നോട് ഇക്കാര്യം പറഞ്ഞില്ലേ? അതിന് ഡോക്ടർ പറയും, ആക്ച്വലി അദ്ദേഹം ബിസിയാണ്, അതുകൊണ്ട് തന്നെ പലരോടും പല കാര്യങ്ങളും അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കോഡാണെങ്കിൽ അല്പനേരം എന്തൊക്കെയോ ചിന്തിച്ചിരിക്കും. അതിനുശേഷം അവരോട് പറയും, എന്റെ തോന്നൽ ശരിയാണെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ആ ബോറോ ആണ്. അവൻ ഇവിടേക്ക് വന്നിട്ടും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും ഒരുപാട് നാളായെന്ന് പറയും. അത് പറയേണ്ട താമസം അടുത്ത സെക്കൻഡ് തന്നെ ബോറോ അവിടേക്ക് എത്തും. ബോറോ ആണെങ്കിൽ അല്പസമയം ഡോക്ടറിനോട് സംസാരിച്ച് ഇൻവിസിബിൾ ആവും. അതേസമയം നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയെ കോണ്ടാക്ട് ചെയ്ത് പറയും, ആക്ച്വലി നിങ്ങളുള്ള ലാബിനോട് ചേർന്നുള്ള ഒരു ഐലാൻഡിന്റെ ഭാഗത്താണ് മിഷനുമായി ബന്ധപ്പെട്ട് കൊനഹമാരുവും സെൻസായും അവർ രണ്ടുപേരും പോയത്. പക്ഷെ മണിക്കൂറുകളായിട്ട് ഇപ്പൊ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടേക്ക് പോയി അവരെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയോ? അതിന് ബൊറൂട്ടോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ഓക്കെ പറയും. ഇവിടെ സായി ഷിക്കമരു ആണെങ്കിൽ ആ എയർഷിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നറൂട്ടോട് പറയും. നറൂട്ടോ ആണെങ്കിൽ അവരോട് പറയും, ആ ഒരു എയർഷിപ്പ് അത് വന്ന് പതിച്ചിരിക്കുന്നത് നമ്മുടെ ഐലാൻഡിന്റെ ബോർഡറിലാണ്. മറ്റാരെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് തന്നെ അതെന്താണെന്ന് നമ്മൾ അറിയണം. കട്ട് ചെയ്ത ആമഡോയെ കാണിക്കും. അവനാണെങ്കിൽ ആ വെസലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതങ്ങനെ കാര്യമായിട്ട് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.